കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ഷെഫ് ലൈഫിലേക്ക് സ്വാഗതം. പുതിയതായി ഇന്ന് വെക്കാൻ പോകുന്നത് മീൻ കറിയാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് 2 ഷെഫന്മാർ വെക്കുന്ന മീൻ കറി. നമ്മുടെ ഷെഫിൻ്റെ ഇപ്പോൾ പാത്രം വെച്ചിട്ട് ഇച്ചിരി കുറച്ച് ഓയിലൊഴിച്ചിട്ട് നമ്മൾ കടുക് ഇട്ട് കടുകൊന്ന് തിളച്ച് പൊട്ടണം. നന്നായിട്ട് പൊട്ടി വരാൻ നേരത്ത് ഇത് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പോലത്തെ തന്നെ കറിയാണ്. ഈസിയാണ് ഉണ്ടാക്കാൻ. ഇപ്പോൾ ഏകദേശം കടുകൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. നല്ല ഗോൾഡൻ കളറാകുന്ന വഴറ്റണം. ഞങ്ങൾ ഡ്യൂട്ടിയിലാണ്, എന്നിട്ടൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ് വർക്ക് ചെയ്യുന്നത്. ദോശ ഹെട്ട് എന്ന് പറയും. നമുക്ക് വേണ്ടി ഇപ്പോൾ കുക്ക് ചെയ്യുന്നത് ഗോബു ഷെഫാണ്. അപ്പോൾ നന്നായിട്ട് ഇന്ന് ഷാപ്പിൽ മാങ്ങയൊക്കെ ഇട്ട അടിപൊളി ഒരു മീൻ കറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈസിയാണ് ഉണ്ടാക്കാം. വീട്ടിലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഷെഫ് നമുക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി ഗോൾഡൻ കളറായി കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ ഷെഫ് ഗോബു. നന്നായിട്ട് ഗോബു ഷെഫ് ഇളക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കഴിച്ച് നമുക്കിനി കുറച്ച് സവോള നന്നായിട്ട് ഇടണം. പച്ചമുളക് ഇടണം. പിന്നെ സവോള ഇട്ട് പിന്നെ കുറച്ച് ഉപ്പിടുന്നുണ്ട് ഷെഫ്. കാരണം ഷെഫിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പെട്ടെന്ന് അത് ബോയിലായി കിട്ടും. സവോള വാട്ടി കിട്ടാൻ വേണ്ടിയാണ് ഉപ്പിടുന്നത്. അപ്പുറത്ത് ഷെഫ് ഓർഡർ അടിക്കുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് വേണ്ടി മീൻ കറി വെക്കുന്നതുകൊണ്ട് ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തിരക്കുറവായിട്ടും നമുക്ക് വേണ്ടി ഷെഫ് മീൻ കറി ആയിട്ടുണ്ട് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് തക്കാളിയൊക്കെ ഇട്ട് വെക്കണം. നമ്മൾ മീൻ കറി വെക്കുമ്പോൾ ഏറ്റവും പ്രത്യേകത എല്ലാം തുല്യത പോലെയല്ല. ചിലപ്പോൾ ഇഞ്ചി കൂടുതൽ വേണം മീൻ കറിക്ക്, അതൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് വഴറ്റണം. മാക്സിമം നന്നായിട്ട് വഴറ്റണം. കണ്ടാ തിളച്ച് വരുന്ന സമയത്താണ് ഇനി നമ്മുടെ പൗഡറിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ, മസാല കാര്യങ്ങളൊക്കെ. ഒന്നുമില്ല, ഈസിയാണ് മസാലയും കാര്യങ്ങളൊക്കെ. നമ്മൾ മാങ്ങായിട്ട് മുളക് കറി ഉണ്ടാക്കുന്ന രീതി എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ? അത് നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് എന്താണ് നിങ്ങൾക്ക് തന്നെ അറിയാം, മഞ്ഞൾപ്പൊടിയാണ്. ഷെഫ് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി പിന്നെ മുളക് പൊടി ഇച്ചിരി സ്പൈസി ആയിട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട്, ഇച്ചിരി എരിവ് കൂടുതൽ വേണമെന്നുകൊണ്ട് മുളക് കൂടുതൽ ഇടുന്നുണ്ട്. പക്ഷെ എന്നാലും തുല്യ അളവിലാണ് ഇടുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ചിട്ടാൽ മതി. അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കുത്തൽ പോകുന്നവരെ നന്നായിട്ട് തിളക്കണം, നന്നായിട്ട് വരിച്ചെടുക്കണം. അപ്പോൾ തന്നെ നല്ല മണം വരും. കുറച്ച് ഓയിൽ ഒഴിച്ച് ലൂസാക്കിയിട്ടുണ്ട് ഷെഫ്. തിളക്കുന്ന നമ്മുടെ മലയാളീസിന് വിട്ടു പറ്റാത്തൊരു കറിയാണ് മീൻ കറി എന്ന് പറഞ്ഞാൽ. എന്താണെങ്കിലും
ഈ അരപ്പ് നന്നായിട്ട് തിളച്ച് ഇനി കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. വെള്ളം ആവശ്യത്തിനകത്ത് നിങ്ങൾക്ക് തിക്ക് ഗ്രേവി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, പിന്നെ ലൂസായിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പം ഞങ്ങൾ ഇത്ര കുറച്ച് ആൾക്കാരൊക്കെ ഷെഫന്മാർ കൂടുതലുണ്ടായതുകൊണ്ട് ഇച്ചിരി വെള്ളം ലൂസായിട്ട് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇതിനൊക്കെ മസാല നന്നായിട്ട് തിളക്കണം. എന്നാൽ അതിൻ്റെ ആ മസാലയുടെ ആ മണവും കുത്തലൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുക, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാൻ പറഞ്ഞു വരാം, മലയാളീസിൻ്റെ പ്രിയപ്പെട്ട ഒരു ഡിഷാണ്, ഫേവററ്റാണ് മീൻകറി എന്ന് പറയുന്നത്. എവിടെ പോയാലും വിട്ടുപറ്റാത്തൊരു ഡിഷാണ്. മീൻകറി ഉണ്ടെങ്കിൽ 2 പ്ലേറ്റ് ചോറ് കഴിക്കാം. അപ്പോൾ അങ്ങനെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഇട്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തിളക്കണം. മീൻ നന്നായിട്ട് തിളച്ചാലുള്ളൂ വെള്ളം അതിൻ്റെ മസാലയും കാര്യങ്ങളെല്ലാം പിടിച്ച് ഒന്ന് ടൈറ്റ് രീതിയിൽ വരണം. അപ്പോൾ ഷെഫ് കുറച്ചും കൂടി ഉപ്പിട്ടിട്ടുണ്ട്. നമ്മുടെ മീനെന്ന് പറയുന്നത് സിലോപ്പി മീനാണ്, അതുപോലത്തെ ഒരു മീനാണ്. ഞാൻ ഷെഫിനോട് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഗോൾഡ് ഫിഷിൻ്റെ പോലത്തെ മീനുമുണ്ട്. നമുക്ക് ഏത് മീനാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ തന്നെ യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ നിങ്ങളിങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ. നമുക്ക് ഏത് ഫുഡ് ഉണ്ടാക്കിയാലും നല്ലൊരു ടേസ്റ്റ് കാര്യമാണ്. ആയിക്കോട്ടെ എന്തായിക്കോട്ടെ. ഇപ്പോൾ നമ്മുടെ ഷെഫ് നമ്മുടെ മാങ്ങ ഇട്ടിട്ടുണ്ട്. ഫുള്ള് മാങ്ങയാണ്. മാങ്ങ അങ്ങനെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നാടൻ മീൻകറി കപ്പയും നല്ല ചോറുമായിട്ട് കഴിക്കണം, വൈകുന്നേരം കഴിക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും ബൈ. ഞാൻ ജോജോ, ഇത് ഷെഫ് ലൈഫ്.